ഓം ഹരി ഓം. നാലാമത്തെ ശ്ലോകം. വർഷേ പ്രതീചി ലളിതാത്മനി കേതുമാലേ. വർഷേ പ്രതീചി ലളിതാത്മനി കേതുമാലേ. ലീലാവിശേഷലസിതസ്മിതശോഭനാംഗം. ലീലാവിശേഷലസിതസ്മിതശോഭനാംഗം. ലക്ഷ്മ്യാ പ്രജാപതിസുതൈശ്ച നിഷേവ്യമാണം. ലക്ഷ്മ്യാ പ്രജാപതിസുതൈശ്ച നിഷേവ്യമാണം. തസ്യാഃ പ്രിയായ ധൃതകാമതനും ഭജേ ത്വാം. തസ്യാഃ പ്രിയായ ധൃതകാമതനും ഭജേ ത്വാം. ഇനി അഞ്ചാമത്തെ ശ്ലോകം. രമ്യേ ഹ്യുതീചി ഖലു രമ്യക നാംനി വർഷേ. രമ്യേ ഹ്യുതീചി ഖലു രമ്യക നാംനി വർഷേ. തദ്വർഷനാഥ മനുവർയ സപര്യമാണം. തദ്വർഷനാഥ മനുവർയ സപര്യമാണം. ഭക്തൈക വത്സലമവത്സര ഹൃത്സുഭാന്തം. ഭക്തൈക വത്സലമവത്സര ഹൃത്സുഭാന്തം. മത്സ്യാകൃതിം ഭുവനനാഥ ഭജേ ഭവന്തം. മത്സ്യാകൃതിം ഭുവനനാഥ ഭജേ ഭവന്തം. ഇതിൻ്റെ അർത്ഥം നോക്കാം. ഉദീചി ഖലു രമ്യേഹി രമ്യക നാംനി വർഷേ. ഇളാവൃതത്തിൻ്റെ നേരെ വടക്ക് ഭാഗത്തുള്ളതും രമണീയം തന്നെയായതും രമ്യകം എന്നു പേരുള്ളതുമായ ഭൂഖണ്ഡത്തിൽ തദ്വർഷനാഥ മനുവർയ സപര്യമാണം. ആ രമ്യക വർഷത്തിൻ്റെ നാഥനായ മനുശ്രേഷ്ഠനാൽ വൈവസ്വത മനുവാൽ പൂജിക്കപ്പെടുന്നവനായി ഭക്തൈകവത്സരം ഭക്തജനങ്ങളോട് വാത്സല്യമുള്ളവരിൽ മുഖ്യനായി അമത്സര ഹൃത്സുഭാന്തം നിർമ്മത്സരന്മാരുടെ ഉള്ളിൽ വിളങ്ങിക്കൊണ്ടിരിക്കുന്നവനായി മത്സ്യാകൃതിം ഭുവനനാഥ മത്സ്യരൂപത്തിൽ അവതരിച്ചവനായ ജഗന്നാഥ ഭവന്തം ഭജേ അങ്ങേ ഞാൻ ഭജിച്ചുകൊള്ളുന്നു. ഇനി നമുക്ക് പദം മുറിച്ച് നോക്കാം. രമ്യേ ഹ്യുതീചി. ഹി ഉതീചി എന്നാണ്, അതാണ് ഹ്യുതീചി. ഖലു രമ്യകനാംനി വർഷേ. തദ്വർഷനാഥ മനുവർയ സപര്യമാണം. തദ്വർഷനാഥ മനു സ്വയംഭൂമനു. സ്വയംഭൂമനുവല്ല, വൈവസ്വത മനു. അപ്പോൾ തദ്വർഷനാഥ അനു എന്ന് വായിക്കരുത്. തദ്വർഷനാഥ മനുവർയ സപര്യമാണം. ഭക്തൈകവത്സലം അമത്സര ഹൃത്സുഭാന്തം. ഭക്തൈകവത്സരം അമത്സര ഹൃത്സുഭാന്തം. മത്സ്യാകൃതിം ഭുവനനാഥ ഭജേ ഭവന്തം. ഇനി ട്യൂണിൽ ചെല്ലാം. രമ്യേ ഹ്യുതീചി ഖലു രമ്യകനാംനി വർഷേ. രമ്യേ ഹ്യുതീചി ഖലു രമ്യകനാംനി വർഷേ. തദ്വർഷനാഥ മനുവർയ സപര്യമാണം. തദ്വർഷനാഥ മനുവർയ സപര്യമാണം. ഭക്തൈകവത്സലം അമത്സര ഹൃത്സുഭാന്തം. ഭക്തൈകവത്സലം അമത്സര ഹൃത്സുഭാന്തം. ഭക്തൈകവത്സരം അമത്സര ഹൃത്സുഭാന്തം. മത്സ്യാകൃതിം ഭുവനനാഥ ഭജേ ഭവന്തം. മത്സ്യാകൃതിം ഭുവനനാഥ ഭജേ ഭവന്തം. ആറാമത്തെ ശ്ലോകം നോക്കാം. വർഷം ഹിരണ്മയ സമാഹുയമൗത്തരാഹമാസീനം. അദ്രിതിഥി കർമ്മഠകാമഠാംഗം. വർഷം ഹിരണ്മയ സമാഹുയമൗത്തരാഹമാസീനം. അദ്രിതിഥി കർമ്മഠ കാമഠാംഗം. സംസേവതേ പിതൃഗണ പ്രവരോ അര്യമായം. സംസേവതേ പിതൃഗണ പ്രവരോ അര്യമായം. തം ത്വാം ഭജാമി ഭഗവൻ പരചിന്മയാത്മൻ. തം ത്വാം ഭജാമി ഭഗവൻ പരചിന്മയാത്മൻ. ഇതിൻ്റെ അർത്ഥം നോക്കാം. ഔത്തരാഹം ഹിരണ്മയ സമാഹോയം വർഷം ആസീനം. രമ്യക വർഷത്തിൻ്റെ തൊട്ടു വടക്ക് ഭാഗത്തുള്ള ഹിരണ്മയം എന്നു പേരായ വർഷത്തിൽ
ഉപവേശിക്കുന്നവനായി അദ്രിധൃതി കർമ്മഠ കാമഠാംഗം. അദ്രി എന്ന് പറഞ്ഞാൽ പർവ്വതം, മന്ദരപർവ്വതത്തെ പൊക്കിയെടുക്കുന്നതിൽ സാമർഥ്യം കാട്ടിയ കൂർമ്മശരീരമുള്ളവനായി പിതൃഗണപ്രവരഹ അര്യമായം, പിതൃക്കളുടെ കൂട്ടത്തിൽ ശ്രേഷ്ഠനായ അര്യമാവ് സംസേവതേ തം ത്വാം, നന്നായി സേവിക്കുന്നവനായ അങ്ങയെ പരചിന്മയാത്മൻ ഭഗവൻ, പരമാർത്ഥജ്ഞാനസ്വരൂപനായ ഭഗവാനെ ഭജാമി, ഞാനും ഭജിച്ചുകൊള്ളുന്നു. ഇനി നമുക്ക് ഒന്ന് പദം മുറിച്ച് നോക്കാം. വർഷം ഹിരൺമയ സമാഹോയം ഔത്തരാഹം. ഔത്തരാഹം എന്ന് പറഞ്ഞാൽ രമ്യക വർഷത്തിൻ്റെ വർഷം ഹിരൺമയ സമാഹോയം ഔത്തരാഹം ആസീനം അദ്രി ധൃതി കർമ്മഠ കാമഠാംഗം. കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ എന്നാലും സൂക്ഷിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. വർഷം ഹിരൺമയ സമാഹോയം ഔത്തരാഹം ആസീനം അദ്രി ധൃതി കർമ്മഠ കാമഠാംഗം സംസേവത്തെ പിതൃഗണപ്രവരോ അര്യമായം. അര്യമ എന്നെ പറയണം. സംസേവത്തെ പിതൃഗണപ്രവരോ അര്യമായം തം ത്വാം ഭജാമി ഭഗവൻ പരചിന്മയാത്മൻ. തം ത്വാം ഭജാമി ഭഗവൻ പരചിന്മയാത്മൻ. ഇനി നമുക്ക് ട്യൂണിൽ ചെല്ലാം. വർഷം ഹിരൺമയ സമാഹ്വയം ഔത്തരാഹം. വർഷം ഹിരൺമയ സമാഹ്വയം ഔത്തരാഹം ആസീനം അദ്രിധൃതി കർമ്മഠകാമഠാംഗം. ആസീനം അദ്രിധൃതി കർമ്മഠകാമഠാംഗം സംസേവതേ പിതൃഗണപ്രവരോ അര്യമായം. സംസേവതേ പിതൃഗണപ്രവരോ അര്യമായം തം ത്വാം ഭജാമി ഭഗവൻ പരചിന്മയാത്മൻ. തം ത്വാം ഭജാമി ഭഗവൻ പരചിന്മയാത്മൻ. ഏഴാമത്തെ ശ്ലോകം. കിഞ്ചോത്തരേഷു കുരുഷു പ്രിയയാധരണ്യ. കിഞ്ചോത്തരേഷു കുരുഷു പ്രിയയാധരണ്യ സംസേവിതോ മഹിതമന്ത്രനുതിപ്രഭേദൈഃ. സംസേവിതോ മഹിതമന്ത്രനുതിപ്രഭേദൈഃ ദംഷ്ട്രാഗ്ര ഹൃഷ്ട ഘനപൃഷ്ട ഗരിഷ്ടവർഷ്മാ. ദംഷ്ട്രാഗ്ര ഹൃഷ്ട ഘനപൃഷ്ട ഗരിഷ്ടവർഷ്മാ തം ത്വം പാഹി വിജ്ഞനുത യജ്ഞവരാഹമൂർത്തേ. തം ത്വം പാഹി വിജ്ഞനുത യജ്ഞവരാഹമൂർത്തേ. ഇതിൻ്റെ അർത്ഥം നോക്കാം. കിം ച ഉത്തരേഷു കുരുഷു എന്ന് മാത്രമല്ല, ഹിരൺമയത്തിൻ്റെയും വടക്കുള്ള ഉത്തര കുരുഖണ്ഡത്തിൽ പ്രിയയായ ധരണ്യ, പ്രിയയായ ഭൂമിദേവി മഹിതമന്ത്രനുതിപ്രഭേദൈഃ വിശേഷപ്പെട്ട നാനാമന്ത്രങ്ങൾ കൊണ്ടും നാനാസ്തോത്രങ്ങളെ കൊണ്ടും സംസേവിതഃ നന്നായി സേവിച്ചവനും ദംഷ്ട്രാഗ്രഹൃഷ്ടഘനപൃഷ്ട ഗരിഷ്ടവർഷ്മാ ഒറ്റ വാക്കാണ്. ദംഷ്ട്രാഗ്രഹൃഷ്ട ഘനപൃഷ്ട ഗരിഷ്ടവർഷ്മാ തേറ്റകളുടെ അറ്റം കൊണ്ട് മേഘങ്ങളെ ചെന്നുരുമിയ ഊക്കൻ ശരീരമുള്ളവനുമായ ത്വം വിജ്ഞനുത യജ്ഞവരാഹമൂർത്തേ. അവിടുന്ന് ജ്ഞാനികളാൽ തുതിക്കപ്പെട്ട യജ്ഞവരാഹമൂർത്തേ പാഹി രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇവിടെ. ഇതും കുറച്ച് ബുദ്ധിമുട്ടുള്ള ശ്ലോകം തന്നെയാണ്, പക്ഷെ നമുക്ക് സാവകാശമായിട്ട് ചെല്ലാം. കിഞ്ചോത്തരേഷു കുരുഷു പ്രിയയാ ധരണ്യ സംസേവിതോ മഹിത മന്ത്ര നുതി പ്രഭേദൈഃ ദംഷ്ട്രാഗ്ര ഹൃഷ്ട ഘനപൃഷ്ട ഗരിഷ്ട വർഷ്മാ ത്വം പാഹി വിജ്ഞനുത യജ്ഞ വരാഹമൂർത്തേ.
പദമൊന്നും മുറിക്കാനില്ല. ഇനി ട്യൂണിൽ ചെല്ലാം. കിഞ്ചോത്തരേഷു കുരുഷു പ്രിയയാധരണ്യാ, കിഞ്ചോത്തരേഷു കുരുഷു പ്രിയയാധരണ്യാ, സംസേവിതോ महितमन्त्रनुदिप्रभेदैः, संसेवितो महितमन्त्रनुदिप्रभेदैः, दंष्ट्राग्रहृष्टघनपृष्ठगरिष्ठवर्ष्मा, दंष्ट्राग्रहृष्टघनपृष्ठगरिष्ठवर्ष्मा, त्वं पाहि विज्ञनुदयज्ञवराहमूर्ते, किञ्जोत्तरेषु कुरुषु प्रिययाधरण्या, संसेवितो महितमन्त्रनुदिप्रभेदैः, दंष्ट्राग्रहृष्टघनपृष्ठगरिष्ठवर्ष्मा, त्वं पाहि विज्ञनुदयज्ञवराहमूर्ते. ഇനി 8ാമത്തെ ശ്ലോകം. യാം യാം ദിശം ഭജതി കിം പുരുഷാഖ്യവർഷേ, യാം യാം ദിശം ഭജതി കിം പുരുഷാഖ്യവർഷേ, സംസേവിതോ ഹനുമതാ ദൃഢഭക്തിഭാജാ, സംസേവിതോ ഹനുമതാ ദൃഢഭക്തിഭാജാ, സീതാഭിരാമ പരമാദ്ഭുതരൂപശാലി, സീതാഭിരാമ പരമാദ്ഭുതരൂപശാലി, രാമാത്മകഃ പരിലസൻ പരിപാഹി വിഷ്ണു, രാമാത്മകഃ പരിലസൻ പരിപാഹി വിഷ്ണു. ഇതിൻ്റെ അർത്ഥം നോക്കാം. യാം യാം ദിശം ഭജതി, ഇളാവൃതത്തിൻ്റെ തെക്ക് ഹരിവർഷത്തിൻ്റെ തൊട്ട് തെക്ക് ഭാഗത്ത് ഉള്ള കിംപുരുഷവർഷത്തിൽ ദൃഢഭക്തിഭാജാ ഹനുമതാ സംസേവിത, ഉറച്ച ഭക്തിയുള്ള ശ്രീ ഹനുമാനാൽ നന്നായിട്ട് സേവിക്കപ്പെടുന്നവനായി, സീതാഭിരാമ പരമാദ്ഭുതരൂപശാലി, സീതാഹൃദയഹാരിയും അത്യാശ്ചര്യകരവുമായ ആകാരസൗഷ്ഠവത്താൽ ശോഭിക്കുന്നവനായി, രാമാത്മക പരിലസൻ, രാമാവതാരം കൊണ്ട് പരിശോഭിക്കുന്നവനായ വിഷ്ണു ത്വം പരിപാഹി, ശ്രീ മഹാവിഷ്ണു അവിടുന്ന് പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇനി നമുക്ക് പദം മുറിച്ച് നോക്കാം. യാം യാം ദിശം ഭജതി കിം പുരുഷാഖ്യവർഷേ, സംസേവിതോ ഹനുമതാ ദൃഢഭക്തിഭാജാ, സീതാഭിരാമ പരമാദ്ഭുതരൂപശാലി, രാമാത്മകഃ പരിലസൻ പരിപാഹി വിഷ്ണു. അധികം ബുദ്ധിമുട്ടില്ലാത്ത ശ്ലോകം തന്നെയാണ്. പദമൊന്നും മുറിക്കാനും ഇല്ല. ഇനി നമുക്ക് ട്യൂണിൽ ചെല്ലാം. യാം യാം ദിശം ഭജതി കിം പുരുഷാഖ്യവർഷേ, യാം യാം ദിശം ഭജതി കിം പുരുഷാഖ്യവർഷേ, സംസേവിതോ ഹനുമതാ ദൃഢഭക്തിഭാജാ, സംസേവിതോ ഹനുമതാ ദൃഢഭക്തിഭാജാ, സീതാഭിരാമ പരമാദ്ഭുതരൂപശാലി, സീതാഭിരാമ പരമാദ്ഭുതരൂപശാലി, രാമാത്മകഃ പരിലസൻ പരിപാഹി വിഷ്ണു, രാമാത്മകഃ പരിലസൻ പരിപാഹി വിഷ്ണു. ശ്രീ സീതാരാമചന്ദ്രമൂർത്തി കീ ജയ്, ശ്രീ ആഞ്ജനേയ സ്വാമി കീ ജയ്.